ഈശ്വര, ദീപാരാധന സമയത്ത് ദീപാണഞ്ഞു പോകുന്നു. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു. ഉറപ്പാ. കാർ സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഇട്ട് ചില്ലായി. ഓ, എന്നാലേ ഞാൻ പോയിട്ട് വരാം. താക്കോൽ എവിടെയാ വച്ചല്ലോ? ഇനി ഡ്രൈവർ പയ്യൻ എങ്ങനെ കാർ എടുക്കാൻ പോവാണെന്ന് എനിക്കൊന്ന് കാണണം. അവന്റെ ഒരു ക്യാൻറ്റീനിലെ ഡിന്നറും തിരമാലയിലെ കുളിയും കാണിച്ചു തരാ ഞാൻ. അത് ഞാൻ തന്നെയാ വെച്ചത്. ഐശ്വര്യ, താനെന്താ ഇങ്ങനെ? എങ്ങനെയെന്ന് പറ. കഴിഞ്ഞതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഏത് വിടാനാ സാർ ഇപ്പൊ പറയുന്നത്? എന്റെ പാത്രത്തിനകത്ത് ആ കാറിന്റെ കളിപ്പാട്ടം വെച്ചതോ? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞൂടെ? എന്തർത്ഥം? അതൊരു തമാശ. അർജുൻ സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പൊട്ടനായിട്ട് അഭിനയിക്കാണോ അതോ യഥാർത്ഥത്തിൽ പൊട്ടനാണോ? ഐശ്വര്യ, ഞാൻ ആഹാരം കഴിക്കാനിരുന്ന പ്ലേറ്റില് ആ കളിപ്പാട്ടം വെച്ചതിന്റെ അർത്ഥം എന്താണെന്ന് സാറിന് മനസ്സിലായില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എനിക്കിവിടെ ആരും ഒരു ലക്ഷറി കാറും വാങ്ങിത്തരാൻ പോകുന്നില്ലെന്നും ആ കളിപ്പാട്ട കാറ് വെച്ച് സംതൃപ്തി അടയാനും. ഐശ്വര്യ, അങ്ങനെ ഒരർത്ഥം അതിനില്ല. അത് വെറും ഒരു തമാശയാ, അത്രേ ഉള്ളൂ. ഇഷ്യൂ ആക്കാതെ അതിനെ അങ്ങനെ കണ്ടാ മതി. സൗകര്യം ഇല്ല എനിക്ക്. ഐശ്വര്യ, അർജുൻ സാർ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലാന്ന്. എനിക്കൊരു കളിപ്പാട്ടത്തിന്റെ വില ഈ വീട്ടിലുള്ളോ? എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു തറവാട്ടിലേക്ക് കയറി വരുന്ന മൂത്ത മരുമകള് ആ വീട്ടിലെ അധികാരവും അവകാശവും ഉള്ളവളാ. പക്ഷെ എനിക്കതൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ശേഷം ഈ വീട് നോക്കി നടത്തേണ്ടവളാ ഈ ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഒരു കാർ ആവശ്യപ്പെട്ടപ്പോ കളിപ്പാട്ട കാറ് വെച്ച് ആക്ഷേപിക്കുന്നോ? ഇവിടെയുള്ളവർക്ക് ഒരു തോന്നല് കാണും, വെറും ഒരു സ്റ്റാഫായിരുന്ന ഞാൻ സിഇഒന് മയക്കിയെടുത്തെന്ന്. ഞാനത് പഠിച്ചിട്ടില്ല. ആരെയും മയക്കിയെടുക്കാൻ വേണ്ടി മോഹിനി വേഷം കെട്ടി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്നോട് അർജുൻ സാറാണ് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തത്. എന്താ ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. സാർ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോ ഞാനും ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഈ മനസ്സ് നിറയെ അർജുൻ സാറാ. പക്ഷെ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ഒരുപാട് സങ്കടമുണ്ട്. ഈ മനസ്സിൽ അർജുൻ സാർ എന്നും ഉണ്ടാവും. നാണവും മാനവും കേട്ട് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഐശ്വര്യ, വേണ്ട. നിൽക്കാം. ഒറ്റ കണ്ടീഷനിൽ. ഞാൻ ആഗ്രഹിച്ച കാറ് എനിക്ക് ഈ വീട്ടിൽ വരണം. അതിന് തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഈ വീട്ടിൽ നിൽക്കും. ഇതിന്റെ തീരുമാനം നാളെ പറഞ്ഞാ മതി. എന്താ ഐശ്വര്യ എങ്ങനെ? ഭൂമിയോളം ക്ഷമിച്ചു. ഇനി എനിക്ക് പറ്റില്ല. മറ്റൊരു മാർഗവും ഇല്ലാത്തോണ്ടാ. തെറ്റാണെങ്കിൽ അർജുൻ സാർ പൊറുക്കണം. ദേവി, അമ്മേ, മഹാമായെ, തെറ്റൊന്നും ചെയ്യാത്ത എന്റെ അച്ഛൻ ഇപ്പോഴും ചെയ്യില്ല. അച്ഛനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗം കാണിച്ചു തരണേ. കാലത്തിന്റെ അധിപതിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവി, അച്ഛന്റെ രക്ഷകയായി നീ തന്നെ അവതരിക്കണേ. നീ ശക്തി സ്വരൂപിണിയാ. നീ വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ല. നീ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഏതെങ്കിലും രൂപത്തിൽ വന്ന് അച്ഛനെ രക്ഷിക്കണേ.
ഈശ്വര, ദീപാരാധന സമയത്ത് ദീപാണഞ്ഞു പോകുന്നു. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു. ഉറപ്പാ. അയ്യോ, എന്താ ഇത്? നമസ്കാരം. തമ്പുരാട്ടി ഇന്നലെ എങ്ങോട്ട് വന്നത്? ആളെ അയച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കോൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വന്ന് മുഖം കാണിക്കുമായിരുന്നല്ലോ. അത് വേണ്ടാന്ന് തോന്നി. തമ്പുരാട്ടി ഇരിക്കണം. വേണ്ട, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ. പറഞ്ഞോളൂ. എന്റെ ചേച്ചിയും ഭർത്താവിനെയും കൊന്നു എന്ന് ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന, അല്ല, ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശിവദാസന് ജാമ്യം കിട്ടിയിരിക്കണം. ആ, മനസ്സിലായോ? മനസ്സിലായി.